ഈ പെണ്ണിതുവരെ എഴുന്നേറ്റില്ലേ? കല്യാണി, അത് ശരി. കല്യാണി, എടി. ആഹാ, അത് കൊള്ളാലോ. സമയായെന്ന് വല്ല ബോധമുണ്ടോ? എടി, എഴുന്നേറ്റ്. എടി, എടി, ഇങ്ങോട്ട് എഴുന്നേറ്റ് വരാൻ. മതി ഉറങ്ങിയത്. ഒറ്റ ദിവസം പോലും ഉറങ്ങാൻ സമ്മതിക്കില്ലാന്ന് നിർബന്ധമാണോ അച്ഛന്? നീ വേഗം ഇങ്ങോട്ട് എഴുന്നേറ്റെ. നീ ഇങ്ങോട്ട് മാറിക്ക്. മക്കളെ, മോളെ, ഈ നേരം വരെ കിടന്നുറങ്ങിയില്ലേ? ഇനി ക്ലാസ്സിൽ പോകണ്ടേ? ഞാൻ ഇന്ന് ലീവാ. എന്തിന്റെ ലീവ്? ഞാൻ ഇന്ന് ലീവ് എടുത്തു. ഞാനിവിടെ ഇന്ന് അപ്പൂപ്പന്റെ കൂടെ ഇരുന്നോളാം. അതൊന്നും വേണ്ട മോളെ. ആ ലീവ് ഞാനങ്ങ് ക്യാൻസൽ ചെയ്തു. നീ പെട്ടെന്ന് പോയി വേഗം റെഡിയായേ. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. അപ്പൂപ്പ, ഈ അച്ഛൻ കുഞ്ഞില് വെളുപ്പിനെ എന്നെ എണീക്കുമായിരുന്നോ? വെളുപ്പിനൊന്നും എഴുന്നേക്കല്ല, എഴുന്നേക്കുമ്പോ എഴുന്നേക്കും. എന്നാ അച്ഛനോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. കുട്ടികൾ ഇറങ്ങുമ്പോ അവരെ ഉണർത്താൻ പാടില്ലാന്ന്. അത് ഞാനങ്ങ് സഹിച്ചു. മോളിങ്ങി വന്നേ. മര്യാദക്ക് ഇറങ്ങാനാ പറഞ്ഞത്. ഞാൻ സ്കൂളിൽ കൊണ്ടാക്കാം. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്. വിടണം. അച്ഛനോടൊന്ന് പറ. ഞാനിവിടെ ഇരുന്നോളാം. സുന്ദരിയായോ? ഓ, ഇതുപോലൊരു സുന്ദരി വേറെ ലോകത്തൊന്നുമില്ല. ഈ സോക്സ് ഒന്ന് ഇട്ടെന്ന്. എനിക്കെങ്ങും വയ്യ. നീ നിന്റെ നിത്യാമ്മയോട് പറ. നിത്യാമ്മ റെഡിയാവല്ലേ? നിത്യാമ്മക്ക് ജോലി ഉള്ളതല്ലേ? ജോലിയല്ലേ ഇവിടെ വെറുതെ ഇരിക്കുന്നേ? മര്യാദ കിട്ടുന്നോ? എടാ, കാല് താത്തടാ. ഇല്ല, കാല് മാറ്റ. നിത്യാമ്മേ, അയ്യോ. ഏയ്, എന്ത് ജ്യോതി, എന്തീ കാണിക്കുന്നേ? നിത്യാമ്മ, ഈ ജ്യോതി എപ്പോഴും എന്നോട് ഇങ്ങനെയാ. നിത്യാമ്മ, എന്തിനാ ജ്യോതിക്ക് എന്നോട് ഇത്രയും ദേഷ്യം? അതെ, ഇഷ്ടം കൂടുതലുള്ളതുകൊണ്ട്. ഇഷ്ടം കൂടുതലുള്ളവരാ കൂടുതലായിട്ട് ദേഷ്യം കാണിക്കാം. ആദിമോൻ ഇവിടെ ഇല്ലാത്തപ്പോ ജ്യോതി ആദിമോനെ കുറിച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ. കേട്ടോ? മോന്റെ മുറി വൃത്തിയാക്കുന്നതൊക്കെ ജ്യോതിയമ്മയാ. പിന്നെ പഠിക്കാനുള്ള ബുക്കൊക്കെ എടുത്തു വെച്ചോ? ഞാൻ കട്ടിൽ എടുത്തു വെച്ചിട്ടുണ്ട് നിത്യാമ്മേ. ആണോ? ഞാൻ ഇനി ആ ഷൂസ് ഇട്ടോളാം.
പോയി ബാഗ് എടുത്തിട്ട് വാ. ഇറങ്ങാറായില്ലേ? ജ്യോതി, നീ കാണിക്കുന്നതൊക്കെ ശരിയാണോ? അവനൊരു ചെറിയ കുട്ടിയാ. അവന്റെ മനസ്സിന് മുറിവേറ്റ എത്ര കാലം കഴിയാതെ മാറാനെന്നറിയോ? എന്താ മോളെ ഇങ്ങനെ? അവൻ ഒരു തെറ്റും നിന്നോട് ചെയ്യുന്നില്ലല്ലോ. ഇല്ലെന്നറിയാം നിത്യേച്ചി. പക്ഷേ അവനെ കാണുമ്പോഴും അവൻ അടുത്ത് വരുമ്പോഴും ഒക്കെ എന്റെ ജീവിതത്തിലെ ആ വെറുക്കപ്പെട്ട നിമിഷം ഞാൻ ഓർത്തു പോകും. അപ്പോഴെങ്ങനെയൊക്കെ ആയി പോകുന്നത്, അപ്പോഴെങ്ങനെയൊക്കെ പെരുമാറി പോകുന്നത്. കരയണ്ട. അമ്മേ, ആര് വരുന്നുണ്ടല്ലോ? നിത്യ ജോലിക്ക് പോകാൻ ഇറങ്ങിയതാണോ? ആ, ഇറങ്ങാ. അല്ല, എന്താ ഇതൊക്കെയായിട്ട്? വീട്ടിലൊരു ഐശ്വര്യപൂജയുണ്ട്. ബന്ധുക്കളും ചുറ്റുപാടുള്ളവരെയൊക്കെ ക്ഷണിക്കണമെന്ന് തിരുമേനി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സുജാത മക്കളെ രണ്ടുപേരും കൂട്ടി പൂജയെ പങ്കെടുക്കണം. അതിനെന്താ, നല്ല കാര്യല്ലേ? അതെ, പൂജ നടക്കുന്ന കൂട്ടത്തില് എന്തെങ്കിലും പ്രാർത്ഥനയുണ്ടെങ്കിൽ അത് ആരുടെ പേരിലാണെന്ന് തിരുമേനിയോട് പറഞ്ഞാൽ മതി. അദ്ദേഹം അതിനും പ്രത്യേക പൂജ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊരു പ്രത്യേക പൂജ ചെയ്യാനുണ്ട്. എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ, ഒരുപാട് സ്ഥലത്ത് പോവാനുണ്ട്. ഇത് പൂജയുടെ ചടങ്ങാ. ഞങ്ങൾ എന്നാ ഇറങ്ങട്ടെ.
കിടന്നോട്ടെ മോളെ. വേണ്ടമ്മേ, അതിനുള്ള യോഗമില്ല. ഞാൻ പറഞ്ഞല്ലോ. എത്ര കാലം നീ ഇങ്ങനെ തനിച്ച് ജീവിക്കുന്നത്? നിനക്കൊരു ജീവിതം വേണ്ടേ? ഇത് ജീവിതമല്ലേ? അമ്മയെ സ്നേഹിക്കുന്നതും ജ്യോതിയെ സ്നേഹിക്കുന്നതും ആദിയെ കളിപ്പിക്കുന്നതും ഇതൊരു ജീവിതമല്ലേ അമ്മ? ഒരിക്കൽ പരീക്ഷിക്കപ്പെട്ട് തീയിൽ വീണതാ ഞാൻ. ഇനി പൊള്ളാൻ വയ്യ. അമ്മ വിഷമിക്കൊന്നും വേണ്ട. നമ്മളിപ്പോ ആലോചിക്കേണ്ടത് ജ്യോതിക്കൊരു ജീവിതം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാ. അവളെ നിരാശയിൽ നിന്ന് പുറത്ത് കടക്കുന്നതിനെ കുറിച്ച്. മോനെ അമ്മ ഇന്ന് സ്കൂളിലാക്കിക്കോ. ഞാൻ ആ മാട്രിമോണിയുടെ ഓഫീസ് വരെ ഒന്ന് പോയിട്ട് ജ്യോതിക്ക് പറ്റിയ എന്തെങ്കിലും ആലോചന ഉണ്ടോ എന്ന് നോക്കാം. ബാഗ് പോയാലോ? നിത്യമ്മ പോവാം. ആ നിത്യമ്മയുടെ നെറ്റിയിൽ പൊട്ടി വെച്ചല്ലോ, കാണാൻ നല്ല രസമുണ്ടേ. പോവാം. പോകാം. ബാഗ് എവിടെ? അവിടെ. ആ വാ. ആ ആ കഴിക്കേ. ആ ആ കഴിക്കേ. അമ്മാവാ, ആ അമ്മാവിന്റെ അടുത്ത് കഴിച്ചോളണേ. എനിക്ക് സ്കൂളിലൊന്നും പോകാനില്ലല്ലോ. ഞാൻ സമാധാനത്തിൽ കഴിച്ചോളാം. സമാധാനത്തിൽ കഴിച്ചോളാന്നൊക്കെ പറയും. ആ എന്നിട്ട് അതുപോലെ ഭക്ഷണം അവിടെ ഇരിക്കുകയും ചെയ്യും. ഇന്നെങ്ങാനും കഴിക്കാതെ അവിടെ വച്ചിരിക്കുന്നത് കണ്ട വാ. അപ്പൂപ്പൻ എന്ത് മണ്ടത്തരായി കാണിക്കുന്നത്? ഈ വെള്ളം കൊണ്ട് വെച്ചതോ? അതല്ല, പിന്നെ കഴിക്കുന്നില്ലെങ്കിലേ അച്ഛൻ വരുന്നതിന് മുൻപ് അതെടുത്ത് കളഞ്ഞൂടെ? അതെന്തിന്? ഇടി, 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 ഇടി. നീ അപ്പൂപ്പനെ ഉപദേശിച്ച് വഷളാക്കല്ലേ. കഴിയങ്ങോട്ട്. മതി. എന്നാ വാ, കൈ കഴിയോ. ഞാൻ ഇറക്കാം. വേഗം വാ. ഓ ചെല്ല്. ആ കല്യാണി, ഒന്ന് വേഗം വന്ന് കേറ്. ദാ വരുന്നു. കേറുവല്ലേ? പോവാം. പോവാം. ഒന്ന് നിന്നേ. ഉം. നീയേ ആ മാട്രിമോണിയുടെ ഓഫീസർ ഒന്ന് ചെല്ലണം. എന്തിന്? അല്ല, അവിടെ ഒരു പെൺകുട്ടി വരുന്നുണ്ട്. അമ്മാവന് വേറെ പണിയൊന്നുമില്ലേ? അതല്ലടാ, ഞാൻ എത്ര തവണയായി പറയുന്നു എനിക്ക് ഈ വക കാര്യങ്ങളൊന്നും താല്പര്യമില്ലെന്ന്. നീ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നതല്ലേ. ഒരു കൂട്ട് വേണ്ടേടാ, അതിനു വേണ്ടിട്ടല്ലേ. മിസ്റ്റർ രാമകൃഷ്ണൻ, ഓ അച്ഛന് കല്യാണം വേണ്ടെങ്കിൽ വെറുതെ ഞാൻ നിർബന്ധിക്കുന്നത്. കല്യാണി, നീ ഇവനെ വഷളാക്കുന്നത്. ഇനി ഞാനുണ്ടല്ലോ. ആ ശരി ശരി, ഞാൻ പൊയ്ക്കോളാം. ഓ പോണി. പോവാം. ആ. അപ്പൂപ്പ ടാറ്റ. ടാറ്റാ.
ഹാർട്ട് ബീറ്റ് വല്ലാതെ കുറയുന്നുണ്ടല്ലോ. അത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നതാണ്. ഇതിപ്പോ വർഷങ്ങൾ കുറെ ആയില്ലേ. ഗ്രാജുവലായ ഒരു ഇമ്പ്രൂവ്മെന്റ് ഇതുവരെയും കാണിച്ചിട്ടില്ല. അപ്പോ ഇയാൾ ഇനി ഇങ്ങനെ തന്നെയാണോ? പറയാൻ പറ്റില്ല. ചിലപ്പോ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ആയിരിക്കാം. മറിച്ചും സംഭവിക്കാം. എനിവേ, ഒരു തിരിച്ചുവരവ് ഉണ്ടായാൽ അതൊരു അത്ഭുതം തന്നെയായിരിക്കും. ഇതെന്തൊരു പോക്കാച്ചാ, കുറച്ച് സ്പീഡ് കൂട്ട്. അതൊന്നും വേണ്ട, നോർമൽ സ്പീഡിൽ പോയാൽ മതി, അതാ സേഫ്. അച്ഛനൊരു പഴഞ്ചനാ, ഇതിനും നല്ലത് നടന്നു പോന്നെയാ. ഒന്ന് സ്പീഡിൽ പോവാച്ചാ. എന്റെ കൂട്ടുകാരി ശ്രേയയില്ലേ, അവളുടെ അച്ഛൻ അവളെയും കൊണ്ട് ബുള്ളറ്റ് വരുന്ന കാണണം. എന്തൊരു സ്പീഡാണെന്നറിയോ? സ്കൂളിന്റെ മുന്നിൽ വന്ന് അകത്തേക്ക് വന്നിട്ട് സ്റ്റൈലായി വണ്ടി തിരിച്ചൊരു നിർത്തലുണ്ട്, ഹീറോ പോലെ. അങ്ങനെ ഒന്ന് പോവാച്ചാ. അച്ഛനും ഒന്ന് സ്റ്റൈലായിട്ട് വണ്ടി ഓടിക്ക്, എല്ലാരും ഒന്ന് കാണട്ടെ. അയാൾ അതൊക്കെ ചെയ്യും. അപ്പൊ അച്ഛനെന്താ അങ്ങനെ ചെയ്താ? അച്ഛനല്ലേ എന്റെ ഹീറോ. അച്ഛനൊന്ന് പറപ്പിക്ക്, എന്നിട്ട് ശ്രേയുടെ മുൻപിൽ ചെന്ന് എനിക്കൊന്ന് ഞെളിഞ്ഞു നിൽക്കണം. എന്നിട്ട് പറയണം, മൈ ഫാദർ ഈസ് ഓൾസോ എ ഹീറോ. ഒന്ന് സ്പീഡിൽ പോവാച്ചാ. ഈ അച്ഛൻ്റെ ഒരു കാര്യം, ഫാസ്റ്റ് ഫാസ്റ്റ് ഫാസ്റ്റ്, സ്പീഡിൽ പോ. പോരാ പോരാ, ഇനിയും ഇനിയും ഫാസ്റ്റ് 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 ഫാസ്റ്റ്. ഇനിയും സ്പീഡ് കൂട്ടച്ചാ. ഫാസ്റ്റ് ഫാസ്റ്റ്. പോട്ടെ പോട്ടെ. അച്ഛ വണ്ടി ഒന്ന് നിർത്തിക്കേ. എന്താ എന്താ പറ്റി? നിർത്തച്ചാ. ഒരു കാര്യം എടുക്കാൻ മറന്നോന്നൊരു സംശയം. ആ ബാഗ് ഇങ്ങ് തന്നേച്ചാ. നീ എന്താ ഈ നോക്കുന്നേ? സമയമില്ലാത്ത സമയത്ത് പെട്ടെന്നാവട്ടെ. നോക്കട്ടെ അച്ഛാ. അച്ഛാ, ദേ ഇത് കണ്ടില്ലേ? ദേഹം മുഴുവൻ നനഞ്ഞു. വണ്ടി എടുക്കച്ചാ. ചോദിച്ചു ഞാൻ ആരും. അത് വേണോ? വേണം. അവന്മാരെ പിടിക്കച്ചാ. എന്നിട്ട് അച്ഛന് ഹീറോയിസം കാണിച്ചു കൊടുക്ക്. അച്ഛന് മോളാന്ന് പറഞ്ഞു ഞാൻ ഒന്ന് അഭിമാനിക്കട്ടെ. ഇത് പിടിച്ചേ. എന്നാ വേഗം കേറ്. വണ്ടി എടുക്കച്ചാ. പോ 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 പോ, വേഗം പോ. വേഗം പോവച്ചാ.
അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. മൈ ഫാദർ ഇസ് മൈ ഹീറോ.